15 years മുമ്പാണ് അമ്മയ്ക്ക് ഈ വാൽവിനുള്ള ഈ അയോട്ട സെനോസിസ് എന്നുള്ള ഇഷ്യൂ ഐഡൻറ്റിഫൈ ചെയ്തത്. അന്ന് അമ്മ സർജറി ചെയ്യാൻ വില്ലിങ് അല്ലായിരുന്നു. അന്നത്തെ ഡോക്ടറും അമ്മയ്ക്കൊരു ഓപ്പൺ ഹാർട്ട് സർജറിയേക്കാളും ഒരു കീഹോൾ സർജറിയെ റെക്കമെൻഡ് ചെയ്ത്. അങ്ങനെ ഇപ്പം ലാസ്റ്റിലെ റെഗുലർ ചെക്കപ്പിനിടയിൽ ലാസ്റ്റിലെ ചെക്കപ്പിൽ ഇനി സർജറി ഇല്ലാതെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായി. അമ്മയ്ക്ക് ശ്വാസമുട്ടൽ അങ്ങനെയുള്ള ഇഷ്യൂസ് റെക്കറിങ് ആയിട്ട് വന്നു തുടങ്ങി. ആ സമയത്ത് ഡോക്ടർ സാജനെ ഞങ്ങളുടെ വേറൊരു ഫ്രണ്ട് ഡോക്ടർ, എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ട് ഡോക്ടർ റെക്കമെൻഡ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഡോക്ടർ സാജനെ ജൂൺ ഫസ്റ്റ് വീക്കിൽ വന്ന് കണ്ടു. ബാക്കി ടെസ്റ്റിന് ശേഷം, സ്ക്രീനിങ് ടെസ്റ്റിന് ശേഷം ഡിസൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ജൂൺ 10th ഇവിടെ വന്ന് സ്ക്രീനിങ് എല്ലാം കഴിഞ്ഞ് അമ്മയ്ക്ക് ടാവർ എന്ന് പറയുന്ന ആ പ്രൊസീജിയറിന് പോസിബിൾ ആണെന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടറും ഡോക്ടർ ആശിഷിൻ്റെയും ടീം ആണ് ഇത്. കാരണം അമ്മയുടെ ഏജ് ഇതെല്ലാം വെച്ച് അങ്ങനെ ഒരു ഡോക്ടേഴ്സിൻ്റെ ഒരു വലിയ ടീം തന്നെ ജൂൺ 14th സർജറി ചെയ്ത് ഒരു 1 വീക്കിനകം ഇത് ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ അമ്മയ്ക്ക് പല കോംപ്ലിക്കേഷനും വന്നു. പക്ഷേ ഇവിടുത്തെ ഡോക്ടേഴ്സ് ഞങ്ങൾക്കും കോൺഫിഡൻസ് തന്നു. അവരും അതിൻ്റെ മാക്സിമം ഹ്യൂമൻലി പോസിബിളായ എല്ലാ കാര്യവും അവർ വളരെ ഭംഗിയായി ചെയ്തു. ഇന്ന് അമ്മ ആ സിറ്റുവേഷൻ ചലഞ്ചസിനും പറഞ്ഞാലൊരു അഡ്വഞ്ചറസ് വീക്ക് തന്നെയായിരുന്നു. ബട്ട് സ്റ്റിൽ ഇന്ന് അമ്മ അതിനെല്ലാം റിക്കവർ ചെയ്ത് ഞങ്ങൾ ഇന്ന് ഡിസ്ചാർജ് ചെയ്തു. നാടിന് നല്ല ഹൃദയം.